ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറെ സ്നേഹമുള്ള ദൈവജനമേ, വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസിലെ ദൈവജനത്തിന് എഴുതുന്ന ലേഖനം, 1-ാം ലേഖനം 16-ാം അധ്യായം 9-ാം തിരുവചനം. അതിൽ പൗലോസ്ലീഹ ഇങ്ങനെ ഒരു ദൈവവചനം കുറിച്ചു വച്ചിരിക്കുന്നു: ഫലപ്രദമായ പ്രവർത്തനത്തിനുള്ള ഒരു വലിയ വാതിൽ എനിക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട്, പ്രതിയോഗികളും വളരെയാണ്. ഫലപ്രദമായ പ്രവർത്തനത്തിനുള്ള വലിയ ഒരു വാതിൽ എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് തുറന്നു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനത്തിൻ്റെ ആത്മീയ അംശം മുഴുവൻ നമുക്ക് സ്വീകരിക്കാം. നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ ഓഫീസിൽ, നീ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ, നിൻ്റെ ജീവിത വ്യാപാര മേഖലകളിലുടനീളം ഫലപ്രദമായി അനുഗ്രഹം സ്വീകരിക്കാനുള്ള ഒരു വാതിൽ ദൈവം നിനക്ക് വേണ്ടി തുറന്നു തരുന്നു. ഇത് വിശ്വസിക്കുക, ഇത് സ്വീകരിക്കുക. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: പിതാവായ ദൈവമേ, പുത്രനായ ഈശോയെ, പരിശുദ്ധാത്മാവേ, അനുദിന ജീവിത വഴികളിൽ ഞങ്ങളുടെ മുമ്പിൽ പുതിയ വഴികൾ തുറക്കപ്പെടുവാനും പുതിയ ശുശ്രൂഷ മേഖലകൾ, അഭിഷേകത്തിൻ്റെ മേഖലകൾ ആരംഭിക്കുവാനും കർത്താവെ ഞങ്ങൾക്ക് ശക്തിയും ബലവും നൽകണമേ. ആത്മീയ മേഖലകളെക്കുറിച്ച് കൂടുതൽ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളെ നയിക്കണമേ. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട ദൈവജനമേ, പൗലോസ്ലീഹ കൊരിന്തോസിലെ ദൈവജനത്തിന് എഴുതുന്ന ഈ വചനഭാഗം, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അഭിഷേകത്തിൻ്റെ സാധ്യതയായി നമുക്ക് സ്വീകരിക്കാം. വചനം ഇങ്ങനെയാണ് പറയുന്നത്: ഫലപ്രദമായ പ്രവർത്തനത്തിനുള്ള വലിയ ഒരു വാതിൽ, ചെറുതല്ല, വലിയ ഒരു വാതിൽ എനിക്കായി തുറന്നു കിട്ടിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹ അത് പ്രഖ്യാപിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നീ ആര് തന്നെയാണെങ്കിലും, നിൻ്റെ ജീവിതത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്തു തന്നെയാണെങ്കിലും, നീ വിശ്വസിക്കുക, നിൻ്റെ അനുഗ്രഹത്തിൻ്റെ വാതിൽ നിൻ്റെ മുമ്പിൽ തുറക്കുന്നു. ആ അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കാനുള്ള വ്യക്തി നീയാണ്. ഈ അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കാനുള്ള വ്യക്തി അത് നീയാണ്. നിന്നെ കർത്താവ് വളരെ വ്യക്തിപരമായി തിരഞ്ഞെടുത്ത് അതിനുവേണ്ടി ഒരു പ്രതിനിധിയായി നിന്നെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഒരു വലിയ കാര്യത്തിന് വേണ്ടി ഈ വാതിൽ തുറക്കാനുള്ള, അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കാനുള്ള വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ ഉപകരണമായി കർത്താവ് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിഷയം നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചു പഠിച്ചുകൊള്ളണം. കാരണം ഇതിലൂടെ കർത്താവ് പറഞ്ഞു തരുന്നൊരു കാര്യം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒരു പ്രതിനിധിയാണ് എന്നുള്ള ആത്മീയ സത്യമാണ്. എന്തിൻ്റെ പ്രതിനിധിയാണ്? അനേകം അനുഗ്രഹങ്ങളുടെ വാതിൽ തുറക്കാനുള്ള ഒരു ഉപകരണമായ ഒരു പ്രതിനിധിയായിട്ടാണ് എന്നെയും നിന്നെയും ദൈവം ഈ ഭൂമിയിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാനൊരു സംഭവത്തിലൂടെ ഇതല്പം കൂടെ വ്യക്തമാക്കാൻ ശ്രമിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കുറേ നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബത്തിലെ കുടുംബനാഥ സങ്കടത്തോടെ ധ്യാനത്തിന് വന്നു. ആ കുടുംബനാഥ കണ്ണുനീരോടെ പറഞ്ഞത് ഇങ്ങനെയാണ്: ഭർത്താവ് മദ്യപാനിയാണ്. ഭർത്താവ് മാത്രമല്ല, ഭർത്താവിൻ്റെ സഹോദരന്മാരും മദ്യപാനികളാണ്, താന്തോന്നികളാണ്, പള്ളിയിൽ പോവില്ല, പ്രാർത്ഥിക്കില്ല. മക്കളും അതേ വഴിയിൽ നടക്കുന്നു. മൊത്തത്തിലൊരു ക്രമക്കേട്. ഈ പാവപ്പെട്ട സ്ത്രീ നല്ല പ്രാർത്ഥിക്കുന്ന കുടുംബത്തിലെ അംഗമാണ്. കെട്ടി വന്ന അന്ന് മുതൽ തന്നെ ഈ കുടുംബത്തിന് വേണ്ടി നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്. ധ്യാനത്തിന് വന്നപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു: അച്ഛാ, ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. എൻ്റെ മക്കളുണ്ടാകുന്നതിന് മുമ്പ് മുതൽ ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ ഭർത്താവിന് വേണ്ടി, ഭർത്താവിൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കളും ഇപ്പോഴ് അപ്പൻ്റെയൊക്കെ അതേ പാതയാണല്ലോ പിന്തുടരുന്നത്. അച്ഛാ, ഇനി ഞാൻ പ്രാർത്ഥിച്ചിട്ടൊക്കെ കാര്യമുണ്ടോ? കാരണം എല്ലാം കൈവിട്ടു പോകുന്ന പോലെയാണ്. എനിക്കെന്നോട് തന്നെ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്നു. അച്ചായ, പഴയതുപോലെ പ്രാർത്ഥിക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല.
അല്ലെങ്കിൽ തന്നെ എനിക്ക് പ്രാർത്ഥനയിലൊക്കെ വല്ലാണ്ട് മടുപ്പ് തോന്നുന്നു. ഞാൻ ഇത്രത്തോളം നാൾ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു ഫലം ഉണ്ടായില്ലല്ലോ. എൻ്റെ വീട് ആകെ തകർന്നല്ലോ. അച്ഛാ, ഒരു വീട് മാത്രമല്ല, ഒരു തലമുറ തകർന്നല്ലോ എന്നിങ്ങനെ പറഞ്ഞ് വീട്ടമ്മ പൊട്ടിക്കരയുകയാണ്. ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കർത്താവ് കാണിച്ചു തന്ന ഒരു ദൃശ്യം, അടിമത്തത്തിൽ കിടക്കുന്ന ഇസ്രായേൽ ജനതയ്ക്ക് വിമോചകനായി കടന്നു വരുന്ന, അല്ലെങ്കിൽ അവരുടെ നേതാവായി കടന്നു വരുന്ന മോശയാണ്. ഞാൻ ഈ സഹോദരിയോട് പറഞ്ഞു, സഹോദരിയുടെ കണ്ണുനീര് ഇക്കാലം അത്രയും ദൈവം കണ്ടിട്ടുണ്ട്. അതിൽ യാതൊരു സംശയമില്ല. ഇന്നോളം ചൊല്ലിയ സകല പ്രാർത്ഥനകളും ഒരു നന്മ നിറഞ്ഞ മറിയമെങ്കിലും നീ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കർത്താവ് കണ്ടിട്ടുണ്ട്. യാതൊരു സംശയമില്ല കാര്യത്തിൽ. സഹോദരി ഒരു കാര്യം തിരിച്ചറിയുക. സഹോദരി, ഇസ്രായേൽ ജനത ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിമോചനം സ്വീകരിച്ചപ്പോൾ അവരെ നയിക്കാൻ ഒരാളുണ്ടായിരുന്നു, മോശ. ആ മോശയുടെ കഷ്ടപ്പാടും കണ്ണുനീരും ഉയർത്തിപ്പിടിച്ച കരങ്ങളുടെ ബലവുമാണ് ഇസ്രായേൽ ജനതയുടെ വിടുതലിന് പിന്നീട് കാരണമായി തീർന്നതെങ്കിൽ, സഹോദരിക്കുള്ള സന്ദേശം മറ്റൊന്നുമല്ല. ഇന്നോളം കരഞ്ഞതും പ്രാർത്ഥിച്ചതുമെല്ലാം ദൈവം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ മടുപ്പ് വേണ്ട. സഹോദരിയെ ഒരു പ്രവാചകയായി ഈ കുടുംബത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. സഹോദരിയെ ഒരു പ്രവാചകയായി ഈ കുടുംബത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. സഹോദരിയുടെ പ്രാർത്ഥന കൊണ്ട്, ഉയർത്തിയ കരങ്ങളുടെ ബലം കൊണ്ട്, ചൊല്ലുന്ന ജപമണിയുടെ അഭിഷേകം കൊണ്ട് ഈ കുടുംബത്തിൻ്റെ അനുഗ്രഹം കെട്ടിപ്പണിയപ്പെടും. ഇന്നല്ലെങ്കിൽ നാളെ അതൊരു അഭിഷേകമായിട്ട് മാറും. സഹോദരി ഒരു പ്രതിനിധിയാണ്. സഹോദരി ഒരു പ്രതിനിധിയാണ്. നിന്റെ കുടുംബത്തിൻ്റെ തകർച്ചയുടെ നടുവിൽ ആ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ കർത്താവ് നിയോഗിച്ചിരിക്കുന്ന ഒരു വലിയ ഉപകരണമാണ്. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരി അതങ്ങ് വിശ്വസിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സഹോദരി ഇങ്ങനെയാണ് വിശ്വസിച്ചത്: എൻ്റെ കുടുംബത്തിന് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ, എൻ്റെ കുടുംബത്തിൻ്റെ തകർച്ചയുടെ മുമ്പിൽ ആ സഹനങ്ങൾ നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിക്കാൻ എന്നെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നു. എൻ്റെ പ്രാർത്ഥന ഞാൻ മുടക്കില്ല, ഞാൻ തീഷ്ണതയോടെ പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, നടന്ന സംഭവം എന്തെന്നറിയോ? നാളുകൾ കഴിഞ്ഞപ്പോൾ ഭർത്താവ് ധ്യാനിക്കാൻ വന്നു. അല്പം കൂടെ കഴിഞ്ഞപ്പോൾ ഭാര്യയും മക്കളും കുടുംബമായിട്ട് ധ്യാനിച്ചു. ധ്യാനം കൂടി അവരുടെ കുടുംബത്തിൽ വലിയ അഭിഷേകം. ആ കുടുംബത്തിൻ്റെ അഭിഷേകം അടുത്ത അവരുടെ ഭർത്താവിൻ്റെ സഹോദരങ്ങളിലേക്ക് കടന്നിരുന്നു. അങ്ങനെ ഒരു വലിയ തലമുറ മുഴുവൻ അനുഗ്രഹം പ്രാപിക്കപ്പെടുകയാണ്. ഇന്ന് അവരുടെ കുടുംബങ്ങൾ മുഴുവൻ ഒരുമിച്ച് ചേർന്ന് കുടുംബ പ്രാർത്ഥനയുണ്ട്. ആ ദേശത്ത് തന്നെ അവർ ഭക്ത വസ്തുക്കൾ വിൽക്കുന്ന ഒരു ഷോപ്പ് ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ കുടുംബം ആ പ്രദേശത്ത് വചനോത്സവം, ശാലോമും തുടങ്ങിയിട്ടുള്ള മാസികൾ വിതരണം ചെയ്യുന്നു. ആ ദേശത്തിൻ്റെ അനുഗ്രഹമായിട്ട് മാറിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ചിന്തിച്ചു വരുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരുടെയൊക്കെയോ ഒഴുക്കിയ കണ്ണുനീരുണ്ട്. ആരൊക്കെയോ അതിൻ്റെ പിന്നിൽ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ചരിത്രമുണ്ട്. അത് മറ്റൊന്നുമല്ല, ആ സ്ത്രീ, അവരുടെ കുടുംബത്തിൽ പ്രാർത്ഥനയുണ്ടായിരുന്നു, അഭിഷേകമുണ്ടായിരുന്നു. അങ്ങനെയുണ്ടായിരുന്ന ആ സ്ത്രീ അത് കെട്ടിക്കയറി വന്ന കുടുംബത്തിൽ പ്രാർത്ഥനയും അഭിഷേകവും അങ്ങോട്ട് ഒരണക്കെട്ടൊഴുകുന്നത് പോലെ അഭിഷേകം ഒഴുക്കി വിട്ടപ്പോൾ എന്ത് സംഭവിച്ചു? അത് ചലിക്കാൻ തുടങ്ങി. ആ തലമുറയിലോട്ട് ചലിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഭർത്താവിനെ നേടി, മക്കളെ നേടി, ഭർത്താവിൻ്റെ കുടുംബത്തെ നേടി, സഹോദരന്മാരിലേക്ക് അഭിഷേകം ചൊരിയപ്പെടാൻ തുടങ്ങി. ആ ദേശത്തിന് അനുഗ്രഹമായി മാറാൻ തുടങ്ങി. ഞാൻ ഉണർന്നാൽ എൻ ദേശം ഉണരും. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഉറപ്പിച്ചു കൊള്ളണം: നീ ഒരു പ്രതിനിധിയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ വിശ്വസിച്ചോ, നീ ഒരു പ്രതിനിധിയാണ്. എന്തിൻ്റെ പ്രതിനിധിയാണ്? നീ ചില കാര്യങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നു. നിൻ്റെ കുടുംബത്തിനു വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കാൻ കർത്താവ് നിന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ നിൻ്റെ ദേശത്തിനു വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കാൻ ഈ കുടുംബത്തെ ആയിരിക്കാം തിരഞ്ഞെടുത്തിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ,
ഈ വലിയ ദൗത്യം നമുക്കെല്ലാവർക്കും ഉണ്ട്. ഏതൊരു ദുരിത വഴികളിലൂടെ കടന്നു പോകുമ്പോഴും സങ്കട വഴികളിലൂടെ കടന്നു പോകുമ്പോഴും വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്ന ഏറ്റവും വലിയ തെളിവെന്താണെന്നറിയോ? ദൈവം ചിലരെ തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തി അഭിഷേകം അണിയിച്ച് അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കാൻ ഏൽപ്പിക്കും. ദൈവം അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കാനുള്ള താക്കോൽ കൊടുത്ത് ദൈവം ചിലരെ അങ്ങ് തിരഞ്ഞെടുക്കും. അത് അവരുടെ യോഗ്യത കണ്ടിട്ടൊന്നുമല്ല, മറിച്ച് ദൈവം ചിലരെ തിരഞ്ഞെടുക്കും. അതൊരു ദേശത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയാവാം, ഒരു കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയാവാം, എന്തുമാവട്ടെ. ദൈവം ചിലരെ തിരഞ്ഞെടുത്ത് അവരെ ഈ അനുഗ്രഹത്തിൻ്റെ താക്കോൽ കൊടുത്തു വിടും. എന്തിനാ? ഇവരാണ് പിന്നീട് ആ കഷ്ടപ്പാടും ദുരിതങ്ങളുടെയും മുമ്പിൽ നിന്നുകൊണ്ട് ആ ദേശത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുന്നത്. ബൈബിളെടുത്ത് വായിച്ചു നോക്ക്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഈ അനുഗ്രഹത്തിൻ്റെ ഒഴുക്കാണ്. ഈ അനുഗ്രഹത്തിൻ്റെ ഒഴുക്ക്. പ്രിയപ്പെട്ടവരെ, ദാവീദിനെയൊക്കെ ദൈവം തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തുന്നത് ശ്രദ്ധിച്ചില്ലേ? ദാവീദിനെ ഒരു ജനത മുഴുവൻ, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ഇസ്രായേൽ ജനത മുഴുവൻ കണ്ണുനീരിലായിരുന്നപ്പോൾ ദൈവം ഒരു പീറച്ചെറുക്കനെ തിരഞ്ഞെടുത്തു. ഒരു പീറച്ചെറുക്കന്. അവൻ്റെ കഴിവില്ല, അവൻ്റെ സാമർഥ്യമൊന്നുമില്ല. ഗോലിയാത്തെന്ന് പറയുന്ന ഭീമാകാരനെ എതിരിടാൻ ദൈവം ഒരു പീറച്ചെറുക്കനെ തിരഞ്ഞെടുത്തു. അവൻ്റെ കയ്യിലെ വെറും ചെറിയ കല്ലുകൾ, ആടിനെ നോക്കാൻ പോകുമ്പോൾ ചെന്നായ്ക്കൂട്ടത്തെ ചിതറിപ്പിക്കാൻ, അവയെ ഓടിക്കാൻ ഉപയോഗിക്കുന്ന വെറും കല്ലുകൾ, വെറും 3-5 കല്ലുകളാണ് ഗോലിയാത്തെന്ന് പറയുന്ന മഹാമാരുവിനെ തകർത്ത് ഇസ്രായേൽ ജനതയുടെ അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്ത താക്കോൽ കൂട്ടം കൈവശം വെച്ചത്. പ്രിയപ്പെട്ടവരെ, വചനമെടുത്ത് വായിച്ചു നോക്ക്. ദൈവം ഇതുപോലെ എപ്പോഴും ചരിത്രത്തിലുടനീളം എല്ലാ സമ്മർദ്ദങ്ങളുടെ നടുവിൽ ചില വ്യക്തികളെയാവാം, ചില സംഭവങ്ങളിലൂടെയാവാം, ചില പ്രസ്ഥാനങ്ങളിലൂടെയാവാം ഒക്കെ ദൈവം ജനത്തെ എപ്പോഴും നയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് വളരെ പ്രസക്തമായ കാര്യമാണ്. പ്രിയപ്പെട്ടവർ, ദൈവം എപ്പോഴും ഇതുപോലെ നയിച്ചുകൊണ്ടിരിക്കും. ദൈവിക ശക്തി അവിടെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കും. ഉദാഹരണത്തിന് ബൈബിളിൽ നമ്മൾ വായിക്കുന്നു, യേശു അപ്പം ജനങ്ങൾക്ക് പകുത്തു കൊടുത്തു. 5 അപ്പം 10,000-ങ്ങൾക്കായി വീതം വെച്ച് കൊടുത്തു. ആ അത്ഭുതത്തിൻ്റെയൊക്കെ പിന്നാമ്പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. എന്താ അത്? അവിടെ ഒരു ബാലൻ 5 അപ്പവുമായിട്ടുണ്ടായിരുന്നു. അവിടെ ഒന്നും ഭക്ഷിക്കാനില്ലാതിരുന്നതിൻ്റെ നടുവിൽ അതാ ഒരു ബാലൻ 5 അപ്പവുമായിട്ടുണ്ടായിരുന്നു. ആ 5 അപ്പമാണ് ദൈവം എന്ത് ചെയ്തത്? 10,000-ങ്ങൾക്ക് ഭക്ഷണമായി വീതം വെച്ച് കൊടുക്കുന്നത്. ആ 5 അപ്പവുമായിട്ടിരുന്ന ബാലകൻ്റെ കയ്യിലായിരുന്നു അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കാനുള്ള താക്കോൽ കർത്താവ് കൊടുത്തിരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു മേഖല തിരിച്ചറിയും തോറും നിനക്ക് ദൈവത്തിലുള്ള ആശ്രയം വർദ്ധിക്കുകയും പ്രാർത്ഥിക്കാനുള്ള ഉണർവും ഉന്മേഷവും വർദ്ധിക്കുകയും ചെയ്യും. കാരണം നീ ഇന്ന് സഹിക്കുന്ന സഹനമോ സങ്കടമോ കണ്ണുനീരൊക്കെ അതിനൊക്കെ ചില അർത്ഥങ്ങളുണ്ടെന്നും അതിലൂടെ ദൈവം ചില കാര്യങ്ങൾ നിന്നെ പഠിപ്പിക്കുന്നുമെന്നുമാണ് അതിൻ്റെ അർത്ഥം. കഴിഞ്ഞ നാളിൽ ഒരു സഹോദരി രോഗിയായി. പ്രതീക്ഷിച്ചതല്ല, പെട്ടെന്ന് വന്നൊരു രോഗം ഈ സഹോദരി തകർത്ത് കളഞ്ഞു. അപ്പോൾ ഈ ശരീരത്തിൽ വല്ലാത്ത വേദന, അതോടൊപ്പം തന്നെ മെഡിസിൻസ്, വളരെ പവർഫുള്ള മെഡിസിൻസാണ് ശരീരത്തിൽ കുത്തിക്കയറ്റുന്നത്. അതോടുകൂടി ശരീരമൊക്കെ ചീർത്തു വരാൻ തുടങ്ങി. ഈ സഹോദരിക്ക് ആകപ്പാട് അസ്വസ്ഥതയായി തുടങ്ങി. ഈ സഹോദരി ചോദിച്ചൊരു ചോദ്യം, ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ സഹിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്കിത് ഇങ്ങനെയുള്ളത്? എന്തിനു വേണ്ടിയിട്ടാണ്? പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ സന്ദേശം എന്തെന്നറിയോ? ഈ സഹോദരിയുടെ സഹനം ആ കുടുംബത്തിലെ ചിലർക്ക് സംരക്ഷണമായിട്ട് മാറുന്നു. ഇത് ആ സമയത്ത് പറഞ്ഞപ്പോൾ ആ സഹോദരിക്ക് അത് മനസ്സിലായില്ല. എന്നാൽ നാളുകളേറെ കഴിഞ്ഞപ്പോൾ ആ സഹോദരിയുടെ അവരുടെ പ്രിയപ്പെട്ട മകൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ദൈവം സംരക്ഷിച്ച ചില മേഖലകൾ ഓർത്തപ്പോൾ പ്രിയപ്പെട്ടവർ, ആ സഹോദരി തന്നെ ഇങ്ങനെ പറഞ്ഞു, അച്ഛാ, എൻ്റെ സഹനമാണെന്ന് തോന്നുന്നു എൻ്റെ മകനെ നേടാൻ സാധിച്ചത്. എൻ്റെ സഹനമാണ് എൻ്റെ മകനെ നേടാൻ സാധിച്ചത്. പ്രിയപ്പെട്ടവരെ,
ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിൻ്റെ ജീവിതത്തിൽ ഇന്ന് നീ കടന്നു പോകുന്ന വഴികളിൽ നീ അനുഭവിക്കുന്ന സഹനം, കണ്ണുനീര് ഒക്കെ നീ പ്രതിനിധാനം ചെയ്യുന്ന നിൻ്റെ കുടുംബത്തിന് വേണ്ടി, ഒരു ദേശത്തിന് വേണ്ടി നിന്നിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ചില കണ്ണുനീർ വഴികളാണെന്ന് ഉറപ്പിച്ചു കൊള്ളണം. ആ ഒരു ഉറപ്പ് നമുക്ക് കിട്ടും തോറും നമ്മുടെ ഉള്ളിൽ ആനന്ദം നിറയും. കാരണം ഞാൻ വെറുതെ സഹിക്കുകയല്ല, ഞാൻ വെറുതെ പ്രാർത്ഥിക്കുകയല്ല, എന്നിലൂടെ ചില കാര്യങ്ങൾ കർത്താവ് ചെയ്യുന്നുവെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, നീ ഒരു പ്രതിനിധിയാണ്. നിനക്ക് എത്ര വയസ്സ് പ്രായമുണ്ടെങ്കിലും, നിൻ്റെ ജീവിതത്തിൽ എത്രത്തോളം തളർന്നിട്ടുള്ള വ്യക്തിയാണെങ്കിലും, ജീവിതത്തിൻ്റെ നിരാശയുടെയും ദുഃഖത്തിൻ്റെ നടുവിലാണെങ്കിലും കർത്താവ് പറയുന്നു, നീ ഒരു പ്രതിനിധിയാണ്. ചില കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവ് നിന്നെ പ്രതിനിധിയാക്കി അങ്ങോട്ട് അയച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ വിദേശത്തെവിടെയെങ്കിലും ആയിരിക്കും. നീ അവിടെ ഇരുന്നുകൊണ്ട് സങ്കടപ്പെടുകയായിരിക്കും. എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? ഞാനെന്തിനാ ഇവിടെ വന്നത്? ഒരുപക്ഷെ പ്രാർത്ഥിച്ചെടുത്ത തീരുമാനമായിരിക്കും. ഇന്ന് നീ ആ ദേശത്ത് അനുഭവിക്കുന്ന ഒരു സങ്കടത്തിൻ്റെ നടുവിൽ നീ ചിന്തിക്കും, ഞാനെന്തിനാ ഇവിടെ? ഇതിലൂടെ എനിക്കെന്താ നേട്ടം? പ്രിയപ്പെട്ടവരെ, കർത്താവ് നിന്നെ ഒരു പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുക. ഞാൻ ഓർക്കുന്നു, നാളുകളേറെകൾക്ക് മുമ്പ് ധ്യാനകേന്ദ്രത്തിലുണ്ടായിരുന്ന ഒരു സഹോദരി വിദേശത്തേക്ക് പോയി. ധ്യാനമന്ദിരത്തിലെ പ്രാർത്ഥനയ്ക്കും അതോടൊപ്പം തന്നെ വലിയ ശുശ്രൂഷ മേഖലകളൊക്കെ ഉണ്ടായിരുന്ന ഒരു തീജ്വാലയായിരുന്നു. വിദേശത്ത് ജോലിക്ക് പോയി ഇപ്പോൾ അവിടെയാണ്. അപ്പോൾ അവിടെ ആയിരുന്നപ്പോഴത്തേക്ക് കുറേ നാളുകൾക്ക് മുമ്പ് ഫോണൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് പറയും, എന്തിനാച്ചാ ഞാൻ ഇവിടെ വന്നേ? എനിക്ക് അവിടെയൊക്കെ ശുശ്രൂഷ ചെയ്ത് ജീവിക്കാമായിരുന്നല്ലോ. ഇവിടെയാണെങ്കിൽ ആരെ അറിയത്തില്ല, ഭാഷ അറിയത്തില്ല, ആളുകളെ പരിചയമില്ല, ജോലി കൊണ്ട് മടുത്തു. പ്രിയപ്പെട്ടവർ, അപ്പോഴൊക്കെ ഞങ്ങൾ പറഞ്ഞു, സഹോദരി, ദൈവം സഹോദരിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു പ്രവാചകയായി, ഒരു പ്രതിനിധിയായി ഒരു ദേശത്തേക്ക് അയച്ചിരിക്കുകയാണ്. ദൈവത്തിന് എന്തോ പദ്ധതിയുണ്ട്. പ്രിയപ്പെട്ടവരെ, നാളുകളേറെ കഴിഞ്ഞപ്പോൾ പദ്ധതികൾ തിരിച്ചറിയാൻ തുടങ്ങി. ആ പ്രദേശത്ത് പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഈ സഹോദരിക്ക് പഴയ സാവധാനം പങ്കാളിത്തം കിട്ടി. അതിനുശേഷം മനോഹരമായിട്ട് ആ ദേശത്തിപ്പോൾ വചനം പറയുന്നു. ജോലി സമയം, അതോടൊപ്പം തന്നെ കിട്ടുന്ന സമയം മുഴുവൻ വചന ശുശ്രൂഷ. ഒരു തീപ്പന്തം പോലെ ആ ദേശത്ത് അഭിഷേകം ചുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ ഒരു പ്രതിനിധിയാണ്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ കിടപ്പ് രോഗിയാണോ? നീ ഒരു പ്രതിനിധിയാണ്. എന്തിൻ്റെ? നിൻ്റെ കുടുംബത്തിന് വേണ്ടി, ആ ദേശത്തിന് വേണ്ടി സഹിക്കുന്ന ഒരു പ്രതിനിധിയാണ് നീ. നിൻ്റെ ജീവിതത്തിൽ നിന്നിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങൾ അത് നിൻ്റെ മാത്രമല്ല, നിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന കുടുംബാംഗങ്ങളിലേക്ക്, ചുറ്റുവട്ടത്തേക്ക് ഇതിങ്ങനെ അഭിഷേകമായിട്ടൊഴുകുകയാണ്. പ്രിയപ്പെട്ടവരെ, കുടുംബജീവിത വഴികളിൽ ഏതെങ്കിലും ഭാര്യമാരോ ഭർത്താക്കന്മാരോ സമ്മർദ്ദങ്ങളിലാണോ, അസ്വസ്ഥതയിലാണോ, ജീവിത പങ്കാളിയുടെ അവിശ്വസ്തതയെ ഓർത്തുകൊണ്ട് നീ സങ്കടപ്പെടുന്നുണ്ടോ? നീ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അനേക കുടുംബങ്ങളിൽ, അനേക ഭർത്താക്കന്മാർക്ക്, അനേക ഭാര്യമാർക്ക് നീ ഒരു പ്രതിനിധിയായിട്ട് മാറും. നിൻ്റെ പ്രാർത്ഥന കർത്താവ് അനുഗ്രഹമാക്കി മാറ്റും. നീ തളരരുത്. നിൻ്റെ പ്രാർത്ഥന വഴി കർത്താവ് പുതിയ അഭിഷേകം ആ ദേശത്തിനു വേണ്ടി ഒഴുക്കും. പ്രിയപ്പെട്ടവരെ, നീ ഒരു പ്രതിനിധിയാണ്. നിന്നിലൂടെ ദൈവം ചൊരിയുന്ന അനുഗ്രഹങ്ങൾക്ക് നീയാണ് ആ അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കാനുള്ള ഒരു ഉപകരണം. ദൈവം സമ്മർദ്ദങ്ങളുടെയും സങ്കടങ്ങളുടെയും നിരാശയുടെ നടുവിൽ ഒരു മനുഷ്യനെയും വെറുതെ വിടുന്നില്ല. ദൈവത്തെ തിരിച്ചറിയുന്ന ഓരോ വ്യക്തിക്കും കിട്ടുന്ന അനുഗ്രഹം എന്താണെന്നറിയോ? ചില അടയാളങ്ങൾ നൽകിക്കൊണ്ട് ദൈവം എപ്പോഴും വ്യക്തികളോട് സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കും. നിൻ്റെ ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളുടെ നടുവിൽ ചിലപ്പോൾ നമുക്ക് തോന്നും, ആരുമില്ലല്ലോ എൻ്റെ കൂടെ, ആരാ എന്നെ മനസ്സിലാക്കുന്നത്, എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? അങ്ങനെയല്ല. ദൈവം നീ തനിച്ചാണെന്ന് കരുതുന്ന സമയങ്ങളിലും നിൻ്റെ കൂടെ ദൈവമുണ്ട്. ചില അടയാളങ്ങൾ, ചില സംഭവങ്ങൾ, ചില വ്യക്തികൾ ഒക്കെ നിനക്ക് ചുറ്റും ചില കാര്യങ്ങൾ നിന്നെ പഠിപ്പിക്കുന്നുണ്ട്. കണ്ണ് തുറന്ന് അത് കാണണം. ദൈവം നിന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല. പ്രിയപ്പെട്ടവർ, ഇത് നന്നായിട്ട് പഠിക്കാൻ സാധിക്കുന്നത് പഴയ നിയമത്തിലെ പുറപ്പാട് അനുഭവത്തിലൂടെയാണ്. ഇസ്രായേൽ ജനത ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവർ കാനാൻ ദേശത്തേക്ക് പോയി എന്നൊക്കെയാണല്ലോ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുള്ളത്, വായിക്കുന്നത്. ഈ ജനത എങ്ങനെയാണ് പോയത്? വെറുതെ അങ്ങ് നടന്നു പോവുകയാണോ?
എവിടെയോ ലക്ഷ്യമില്ലാതെ അലഞ്ഞു തിരിയുന്നവരെ പോലെയൊക്കെ ഒരുപക്ഷെ ആരെങ്കിലും കരുതുന്നുണ്ടോ? അങ്ങനെയല്ല. ലക്ഷ്യമില്ലാതെ അലഞ്ഞവരൊന്നുമല്ല. 40 വർഷം അവർ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിൽ ആ 40 വർഷത്തേതിൻ്റെ പിന്നിലും ചില കഠിനാധ്വാനങ്ങളും കഷ്ടപ്പാടുകളുമുണ്ട്. ആ കഷ്ടപ്പാടിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെ നടുവിൽ ദൈവം കൊടുത്ത സന്ദേശം അനുസരിച്ച് തന്നെയാണ് അവർ യാത്ര തിരിച്ചത്. ഈ 40 വർഷത്തെ യാത്രയെന്ന് പറയുന്നത് മോശയ്ക്ക് തോന്നിയതുപോലെ അങ്ങോട്ട് പോവുകയൊന്നുമല്ല. എന്നാൽ കുറേ പേര് പറയുന്നത് ഇന്ന് രാവിലെ നമുക്ക് വടക്കോട്ട് പോയേക്കാം, എന്നാൽ പിന്നെ വടക്കോട്ട് പോയേക്കാം. അങ്ങനെയൊന്നും അല്ല അലഞ്ഞു തിരിഞ്ഞത്. ബൈബിളിൽ അത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം ശക്തമായി പല രൂപത്തിലും ഭാവത്തിലും അവരോട് കൂടെയുണ്ടായിരുന്നു. ഉദാഹരണത്തിന്, ദൈവ സാന്നിധ്യം അവർ തിരിച്ചറിഞ്ഞ ഒരു പ്രധാനപ്പെട്ട മേഖല അവരുടെ യാത്രകളിലെ അടയാളങ്ങളായിരുന്നു. രാത്രിയിൽ അഗ്നിസ്തംഭം, പകൽ മേഘസ്തംഭം. പകൽ മേഘസ്തംഭം. അപ്പോൾ ഈ മേഘം ചലിക്കുന്നതനുസരിച്ചാണ് ഇസ്രായേൽ ജനത ചലിച്ചുകൊണ്ടിരുന്നത്. ആ മേഘം എവിടെ നിൽക്കുന്നുവോ അവിടെ അന്ന് രാത്രി ടെൻ്റ് അടിച്ച് അവരവിടെ വസിക്കും. അന്ന് രാത്രി ദൈവം അവരുടെ കൂടെ അഗ്നിസ്തംഭമായിട്ട് കൂടെയുണ്ടായിരുന്നു. പ്രഭാതമാകുമ്പോൾ ഈ മേഘം ചലിക്കുന്നതനുസരിച്ചാണ് അവർ വീണ്ടും സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ മേഘത്തണലിലാണ് ദൈവജനം സഞ്ചരിച്ചത്. അപ്പോൾ മണലാരണ്യത്തിൽ അവർ വെറുതെയല്ല, മറിച്ച് മണലാരണ്യത്തിൽ ദൈവത്തിന് കൊടുത്ത വലിയ ഒരു തണൽ സ്വീകരിച്ചുകൊണ്ടാണ് ആ ജനത സഞ്ചരിച്ചിരുന്നത്. എന്ന് വെച്ചാൽ ദൈവം പറഞ്ഞതനുസരിച്ച് അവർ കുറ്റിയടിച്ച്, അവർ ടെൻ്റ് അടിച്ച് അവർ താമസിച്ചു. ദൈവം പറഞ്ഞതനുസരിച്ച് അവർ കുറ്റിയഴിച്ച് ടെൻ്റ് അടിച്ച് അവർ യാത്ര തുടർന്നു. ദൈവം അടയാളം കൊടുത്തത് കൊണ്ടാണ് ആ മണലാരണ്യത്തിൽ അവർക്ക് യാത്ര ചെയ്യാൻ സാധിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധിയും സംഘർഷവും ഒക്കെ ഉണ്ടാകുമ്പോഴും നീ ചിന്തിക്കരുത് ആരുമില്ല എന്ന്. ഉണ്ട്. നീ കണ്ണ് തുറന്ന് കണ്ടാൽ നിൻ്റെ മുമ്പിൽ നിനക്ക് തെളിമയുള്ള ചില കാഴ്ചകളുണ്ട്. എന്താ അത്? ദൈവം ചില വ്യക്തികളിലൂടെ, ചില സംഭവങ്ങളിലൂടെ, ചില അടയാളങ്ങൾ നൽകി നിന്നെ സംരക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ സംരക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദര സഹോദരി തിരിച്ചറിയുക, നിന്നെ കർത്താവ് ഒരു പ്രതിനിധിയായി ഉയർത്തുന്നുണ്ട്. മറ്റു പലർക്കും ഒരടയാളം പോലെ, മറ്റു പലർക്കും തെളിമയുള്ള ദൈവസാന്നിധ്യം തിരിച്ചറിയാനുള്ള വലിയൊരു ഉപകരണമായി അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കാനുള്ള താക്കോൽ നിൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. നിനക്കാണ് അതിനുള്ള ഉത്തരവാദിത്വം, നിൻ്റെ പ്രാർത്ഥന. അതുകൊണ്ട് ഒരിക്കലും വീട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മടുക്കണ്ട, കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മടുക്കണ്ട. നിൻ്റെ പ്രാർത്ഥനയിലൂടെ നിനക്ക് അവരെ നേടാൻ സാധിക്കും. നിൻ്റെ കണ്ണുനീരൊഴുക്കിയുള്ള ജപമണിയിലൂടെ നിനക്ക് അനേകരെ നേടാൻ സാധിക്കും. നീ ഒരു പ്രതിനിധിയാണ്. അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി അബ്രാഹത്തെ ഉയർത്തിയതുപോലെ, മോശയെ ഉയർത്തിയതുപോലെ, പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തതുപോലെ ഇതാ നീ ഒരു പ്രതിനിധിയാണ്. നിൻ്റെ യോഗ്യതയൊന്നുമല്ല, മറിച്ച് ദൈവത്തിൻ്റെ യോഗ്യതയിൽ നീ ഒരു പ്രതിനിധിയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് വിശ്വസിക്കുക. ഞാനൊരു പ്രതിനിധിയാണ്. അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി എന്നെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ദൈവവിശ്വാസവും അനേകർക്ക് അനുഗ്രഹമായിട്ട് മാറും. പൗലോസ്ലീഹ കൊറിന്തോസിലെ ദൈവജനത്തോട് പറഞ്ഞില്ലേ, ഇതാ ഫലപ്രദമായ ഒരു വലിയ വാതിൽ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ശത്രുക്കളേറെയുണ്ടെങ്കിലും ആ അനുഗ്രഹം എൻ്റെ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, മറക്കരുത്, അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കാനുള്ള താക്കോൽ നിൻ്റെ കയ്യിലുണ്ട്. നിന്നിലൂടെയാണ് അനുഗ്രഹം. നീയൊരു പ്രതിനിധിയാണ്. പ്രൈസ് ദ ലോർഡ്.